ഹായ് എല്ലാ കുട്ടികൾക്കും നമസ്കാരം. രാഹുൽ സാറാണ്. സോ നമ്മൾ +2 വേണ്ടിയിട്ട് എക്സാം മോഡൽ എക്സാം വരാൻ പോവാണ്. അപ്പോൾ എല്ലാവരും തകർത്ത് വെച്ച് പഠിക്കുകയായിരിക്കും. അതിനു മുമ്പ് ഫെയർവെല്ലും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ അടിച്ചുപൊളിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടിയിട്ട് നമ്മുടെ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു സെക്ഷൻ പാറ്റേണുമായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതായത് 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അതായത് നമ്മുടെ ഇതേവരെയുള്ള ചാപ്റ്ററിൽ നിങ്ങൾ തുടക്കം തൊട്ട് നിങ്ങളുടെ ഫസ്റ്റ് ടേം തൊട്ട് ഇവിടം വരെ പഠിച്ച ചാപ്റ്ററിൽ ഉൾപ്പെടുന്ന 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ട്. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പലതും പറയുന്നുണ്ട്. +2 വെറുതെ മാർക്ക് കിട്ടുകയാണ്, +2 വെറുതെ മാർക്ക് കൊടുക്കുകയാണ്, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. പക്ഷേ പഠിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അല്ല, എത്രത്തോളം പഠിക്കണം, എങ്ങനെ പഠിക്കാനുണ്ട്, എത്രത്തോളം കാര്യങ്ങളാണ് തലയിൽ കൂടെ പോകുന്നത് നമുക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അപ്പം ആ ഒരു കൺസേണും കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ആ ഒരു കോൺട്രവേഴ്സിയും കൂടെ വന്നതുകൊണ്ട് ഇനിയിപ്പം ക്വസ്റ്റ്യൻസ് ചിലപ്പം മാറ്റി വെക്കാം, അല്ലെങ്കിൽ പഴയൊരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാം, അല്ലെങ്കിൽ പഴയ ക്വസ്റ്റ്യൻസ് വീണ്ടും എടുക്കാതിരിക്കാം. എന്തോ ആയാലും ഈ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോകുന്ന ഒരാൾക്ക് ഡെഫിനറ്റ് ആയിട്ടും 90% നമ്പർ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇന്നത്തെ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എടുത്തേക്കുന്നത്. അപ്പം മസ്റ്റായിട്ടും നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കിൽ ഈ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കറക്റ്റായിട്ടും 90% നമുക്കുള്ള സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുന്നത്. അതിനുശേഷം ഇതിനൊരു എക്സ്പ്ലനേഷൻ അടങ്ങുന്ന വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, എത്ര പ്രാവശ്യം അതൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നൊരു ഡീറ്റെയിൽ ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ തരാൻ പോകുന്നത്. അപ്പോൾ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ 17 ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യത്തെ സെക്ഷനിലായിട്ട്. അപ്പം ഈ 17 ക്വസ്റ്റ്യനും മസ്റ്റായിട്ടും നിങ്ങളുടെ സ്റ്റഡിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. നമുക്ക് ഓരോ സെക്ഷൻസ് ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സൊല്യൂഷനാണ്. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ. നമുക്ക് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഡിലേറ്റഡ് ടോപ്പിക്കാണ്. അപ്പം നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ സൊല്യൂഷനാണ്. സൊല്യൂഷനകത്ത് കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ പ്രോബ്ലം സെക്ഷനിൽ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ്. ഈ 4 ടോപ്പിക്കും സ്ഥിരം എക്സാംസിന് നമ്മുടെ 2 മാർക്കിനും 3 മാർക്കിനും നമ്മുടെ ന്യൂമറിക്കൽസ്, അതായത് ക്വസ്റ്റ്യൻ ബേസിസിൽ ചോദിക്കുന്നതാണ്. അപ്പം മൊളാലിറ്റി എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, അത് വന്നാൽ എങ്ങനെ ചെയ്യാം, മൊളാലിറ്റി എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, ഇതെല്ലാം കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസ് ആണ്. പിന്നെ മോൾ ഫ്രാക്ഷനും അതേ കണക്ക് തന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസിൻ്റെ ഫ്രാക്ഷനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാസ് പെർസെൻറ്റേജ് നമുക്ക് ഡയറക്റ്റായിട്ട് ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. ഈ മാസ് പെർസെൻറ്റേജ് ഇതിലേതെങ്കിലും ഒരു ഈ ക്വസ്റ്റ്യനകത്ത് മൊളാലിറ്റി കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യനകത്തോ, അല്ലെങ്കിൽ മൊളാലിറ്റി കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യനകത്തോ, അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യനകത്ത് കണക്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് മാസ് പെർസെൻറ്റേജ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ 3 ടോപ്പിക്കും ഇൻക്ലൂഡിങ് മാസ് പെർസെൻറ്റേജ് മസ്റ്റായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇക്വേഷൻ സഹിതം പഠിക്കുക, എന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കുക. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹെൻറീസ് ലോയും റൗൾസ് ലോയും ആണ്. ഇത് സ്ഥിരം എക്സാമിന് നമുക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ടോപ്പിക്കാണ്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഇതേവരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൻറീസ് ലോ എന്താണ്, റൗൾസ് ലോ എന്താണ്, ആപ്ലിക്കേഷൻ എന്താണ്, ഇത് സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അതിൻ്റെ ആപ്ലിക്കേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ആ ഇക്വേഷൻ വെച്ചിട്ട്, അതായത് ഹെൻറീസ് ലോയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, റൗൾസ് ലോയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ ബേസ് ചെയ്ത് ഏതെങ്കിലും പ്രോബ്ലം ചോദിക്കാം. അത് മാത്രമേ നമുക്ക് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഹെൻറീസ് ലോ, റൗൾസ് ലോ എന്താണെന്ന് പഠിക്കുക, അതിന് ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക, രണ്ടിൻ്റെയും ആപ്ലിക്കേഷനും പഠിച്ചു വെച്ചേക്കുക. ഇതിൽ നിന്നല്ലാതെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ അവർക്ക് ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് അത് പഠിച്ചു വെച്ചേ പറ്റും. അപ്പം 2 ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന 3 ടേംസും, അതിനോടൊപ്പം തന്നെ 2 ലോ നമുക്ക് സൊല്യൂഷനകത്ത് വരുന്നുണ്ട്. ഹെൻറീസ് ലോയും റൗൾസ് ലോയും ആണ്, മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കുക. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷനാണ്. അത് നിങ്ങൾ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ തന്നെ കേട്ട ടേം ആയിരിക്കും. എന്താണ് ഐഡിയൽ സൊല്യൂഷൻ, എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ആ നോൺ ഐഡിയൽ സൊല്യൂഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് ഡീവിയേഷനുണ്ട്, നെഗറ്റീവ് ഡീവിയേഷനുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസും കണ്ടീഷനും പഠിച്ചു വെച്ചേക്കുക. അതായത് പോസിറ്റീവ് ഡീവിയേഷൻ ആകുമ്പോൾ എന്താണ് കണ്ടീഷൻ, അതിന് എന്തൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. നെഗറ്റീവ് ഡീവിയേഷൻ ആകുമ്പോൾ എന്താണ് കണ്ടീഷൻ, അതിന് എന്തൊക്കെയാണ് മറ്റേ ഡെൽറ്റ എച്ച് മിക്സ്, ഡെൽറ്റ വി മിക്സ്, പിന്നെ PA = P0A കൈ, അങ്ങനെയുള്ള കുറേ കണ്ടീഷനുണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസ് എല്ലാം പഠിച്ചു വെച്ചേക്കുക വിത്ത് എക്സാമ്പിൾ. എന്താണെന്നറിയോ, നമുക്ക് പലപ്പോഴും ക്വസ്റ്റ്യനകത്ത് എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഡീവിയേഷനാണ്, അതിൻ്റെ കണ്ടീഷനൊക്കെ എന്താണ്, അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത് നമുക്ക് കുറേ വർഷങ്ങളായിട്ട് CBSEക്കും അങ്ങനെ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കേരള സ്റ്റേറ്റ് സിലബസിനും അങ്ങനെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്ത് പറയാനായിട്ട് ഒന്നുമില്ല. കാരണം ഈ ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് പോയേ പറ്റും. കാരണം ഇതിനകത്ത് പുതുതായിട്ട് നമുക്ക് കോൺട്രവേഴ്സി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ടോപ്പിക്കും ഇല്ല. പിന്നെ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണ്, അങ്ങനെയാണ് പല വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ചിലപ്പോൾ എക്സാമ്പിൾ എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അത് നമുക്ക് 2-3 ചോദിച്ചിട്ടുണ്ട്, പക്ഷേ
അങ്ങനെ റെഗുലറായിട്ട് ചോദിച്ചൊരു കേസ് അല്ലത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഈ പ്രാവശ്യം അങ്ങനെ എന്താണ് ഐഡിയൽ എന്താണ് നോൺ ഐഡിയൽ എന്ന് ചോദിക്കാതെ ഡയറക്റ്റായിട്ടൊരു ഇക്വേഷൻ തന്നിട്ട് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏതിൻ്റെയാണ്, ഇതിന് എന്താണ് ഇത് ഏത് ടൈപ്പ് സൊല്യൂഷനാണിത്, ഇത് എന്ത് ലോയാണ് ഒബേ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതാണ് വേറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ഓസ്മോട്ടിക് പ്രഷറും അതിൻ്റെ കാൽക്കുലേഷനുമാണ്. ഓസ്മോട്ടിക് പ്രഷർ ഇമ്പോർട്ടൻറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പം അതും അതിൻ്റെ കാൽക്കുലേഷനും, അതായത് π=CRT എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ബേസിൽ നമുക്ക് കാൽക്കുലേഷൻ ഉണ്ട്, അത് മസ്റ്റായിട്ടും ചോദിക്കുന്നതാണ്. പിന്നെ അസിയോട്രോപ്സും കൂടെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. കാരണം അസിയോട്രോപ്സ് നമുക്ക് സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അസിയോട്രോപ്സിൻ്റെ എക്സാമ്പിൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സും. പിന്നെ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് പ്രോബ്ലംസ്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. 4ൻ്റെയും മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കി വെച്ചേക്കാം. ദെൻ വാൻ ഹോ ഫാക്ടറായി നമ്മുടെ ഈ അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കുമ്പോഴത്തേക്കും മോളാർ മാസ് കണ്ടുപിടിക്കുന്നത് തെറ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. മസ്റ്റായിട്ട് നോക്കി വെച്ചേക്കുക. ഇത്രയുമാണ് ഈ 6 ടോപ്പിക്കാണ് നമുക്ക് ഏതിനകത്ത് വരുന്നത്, നമ്മുടെ സൊല്യൂഷൻ സൈഡിൽ വരുന്ന 6 ടോപ്പിക്. ഈ 6 ടോപ്പിക്കും സൊല്യൂഷനിൽ നിന്ന് എടുത്തതാണ്. മസ്റ്റായിട്ട് നിങ്ങളുടെ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തണം. ഒരു ടോപ്പിക്ക് പോലും വിട്ടുകളയരുത്. കാരണം സ്ഥിരം ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ബേസിൽ നമ്മൾ എടുത്തേക്കുന്ന ടോപ്പിക്കാണ്. CBSEയുടെയും കൂടെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട്, CBSEക്കാണ് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ലെവലിൽ വരുന്നത്. നമ്മൾക്ക് ഡയറക്റ്റായിട്ട് വരുമ്പോൾ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. അതിൽ നിന്നെല്ലാം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഈ 6 ടോപ്പിക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കും. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗാൽവനിക് സെല്ലാണ്. ഗാൽവനിക് സെല്ലിൽ ഡാനിയൽ സെല്ലുണ്ട്. ഡാനിയൽ സെല്ല് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതിൻ്റെ റെപ്രസെൻറ്റേഷനൊക്കെ പഠിച്ചു വെച്ചേക്കാം. ആനോട്, // കാതോട്, അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യില്ല. അത് മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കണം. പിന്നെ നേൺസിക്കേഷൻ ഫോർ ഡാനിയൽ സെൽ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരം എക്സാമിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇപ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതിനകത്ത് നമുക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല. അതുകൊണ്ട് അത് മസ്റ്റായിട്ടും ചോദിക്കും. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി. λ=b√c എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അത് മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കാം. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കൊളറാഷസ്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ടേം ആണ് നമുക്ക് കൊളറാഷസിൽ. അത് വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിലാണ്. അത് മസ്റ്റായിട്ട് നോക്കി വെച്ചേക്കണം. കാരണം ഒരു ഇക്വേഷൻ തന്നിട്ട് ഇതിനകത്തൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് തന്നിട്ട് അതിൻ്റെ λ0 കണ്ടുപിടിക്കാൻ പറയും. എന്നിട്ട് കുറേ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് തരും. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. കൂടുതലും അസറ്റിക് ആസിഡാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കാം. ദെൻ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡൈലൂഷൻ. കണ്ടക്ടിവിറ്റിയുടെയും മോളാർ കണ്ടക്ടിവിറ്റിയുടെയും ഡൈലൂഷൻ വെച്ചിട്ടുള്ള വേരിയേഷൻ. കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും ഡൈലൂഷൻ കൊടുക്കുമ്പോൾ എങ്ങനെ വേരി ചെയ്യുന്നു, അത് മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കണം. കാരണം CBSEക്കും ICSEക്കും നമ്മുടെ കേരള സിലബസിനും ഒരേ കണക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണത്. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാനില്ല, പ്രത്യേകിച്ച് ഇൻഡയറക്റ്റായിട്ട് ചോദിക്കാനുമില്ല. ഡയറക്റ്റായിട്ട് ചോദിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണത്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ. പിന്നെ വരുന്നത് പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലുമാണ്. സ്റ്റോറേജ് സെൽസ് ആണ്. ബാറ്ററീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി, സെക്കൻഡറി ബാറ്ററീസ്. അതിൽ ആനോഡ് എന്താണ്, കാതോഡ് എന്താണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്, ഇലക്ട്രോലൈറ്റ് എന്താണ്, എത്ര വോൾട്ടേജ് ആണ് കിട്ടുന്നത്, മസ്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കണം. പിന്നെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ അഡ്വാൻറ്റേജ്. എന്താണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ? ഫ്യൂവൽ സെൽ എന്താണ്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ അതിൻ്റെ എക്സാമ്പിളാണ്. അതിൻ്റെ ആനോഡ് എന്താണ്, കാതോഡ് എന്താണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ. ഇത്രയുമാണ് നമുക്ക് ഏതിനകത്ത് ഇലക്ട്രോ കെമിസ്ട്രി ടോപ്പിക്കിൽ വരുന്നത്. അതായത് നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 14ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു 6 ക്വസ്റ്റ്യനാണ് നമുക്ക് ഏത് സെക്ഷനിൽ നിന്ന്, ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് വരുന്നത്. പിന്നെ വരുന്നത് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി കമ്പാരിസൺ ആണ്. ദെൻ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ലോ, അത് ഫസ്റ്റ് ഓർഡറിൻ്റെ വേണം, സെക്കൻഡ് ഓർഡറിൻ്റെ വേണം, 0 ഓർഡറിൻ്റെ വേണം. ദെൻ ആക്ടിവേഷൻ എനർജി, അറീനസ് ഇക്വേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പം ഓർഡർ മോളിക്കുലാരിറ്റി നമ്മളെ കമ്പാരിസൺ, എന്താണ് ഓർഡർ, എന്താണ് മോളിക്കുലാരിറ്റി, 3-4 പോയിന്റ് മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കണം. എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ലോ, 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, ദെൻ 0 ഓർഡർ, സെക്കൻഡ് ഓർഡർ, ഇതിൻ്റെ 3 എന്ത് പഠിച്ചു വെച്ചേക്കണം, ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ലോ. ഡെറൈവ് ചെയ്യാൻ ചോദിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് പണ്ടൊക്കെ ഡെറൈവ് ചെയ്യാൻ ചോദിക്കുമായിരുന്നു. ഇപ്പം നമുക്കങ്ങനെ ഡെറൈവ് ചെയ്യാൻ ചോദിക്കുന്നില്ല. എന്നാലും നിങ്ങൾ ഇപ്രാവശ്യം ഡെറിവേഷൻ നോക്കിയിട്ട് പോകണം. റീസൺ എന്താണെന്ന് അറിയാമോ? ഇപ്രാവശ്യം അത് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമുക്ക് തൊട്ട് മുന്നത്തെ വർഷങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ ഡെറിവേഷൻ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഇച്ചിരി കൂടുതലാണ്, ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് മസ്റ്റായിട്ട് നോക്കിയിട്ട് പോവുക. ഒരുപാടങ്ങ് സ്ട്രെയിൻ കൊടുക്കണ്ട, നോക്കുക, മനസ്സിലാവുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ വിട്ടേക്കാം. അടുത്തത് വരുന്നത് ആക്ടിവേഷൻ എനർജി, അറീനസ് ഇക്വേഷൻ, ദെൻ അതിൻ്റെ ആപ്ലിക്കേഷനാണ്. എന്താണ് ആക്ടിവേഷൻ എനർജി, അതിനകത്ത് അറീനസ് ഇക്വേഷൻ എന്താണ്, ദെൻ അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണ്. ആക്ടിവേഷൻ എനർജി എന്താണെന്ന് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. അത് ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം നോക്കിയാൽ മതി, കൂടുതൽ അങ്ങ് ശ്രദ്ധ കൊടുക്കണ്ട. ദെൻ അറീനസ് ഇക്വേഷൻ അത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അതിൻ്റെ ഗ്രാഫ് ഓർത്ത് വെച്ചേക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇക്വേഷൻ കറക്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ടേംസ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, എന്തൊക്കെയാണ് ടേം, അതിൻ്റെ യൂണിറ്റ് എന്താണ്, അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ.
ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് എനിക്ക് എഴുതാൻ പറ്റിയുള്ളൂ. നമ്മൾ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നമ്മൾ 17 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. അടുത്തതിലായിട്ട് നമുക്ക് വീണ്ടും 17 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിനുശേഷം ബാക്കിയുള്ള ക്വസ്റ്റ്യൻ മൊത്തം 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ, നിങ്ങൾ വേറൊന്നും ആലോചിക്കേണ്ട. ഈ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മോഡൽ എക്സാമിന് പോയി നോക്കുക, എക്സാം എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങൾ പറയുക എങ്ങനെ ഉണ്ടായിരുന്നു, ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാതിരുന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മൊത്തം ഈ ക്വസ്റ്റ്യനാണോ ചോദിച്ചതെന്ന് ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. കാരണം അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. മസ്റ്റായിട്ടും പഠിച്ചിട്ട് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകാം നമുക്ക്. അപ്പോൾ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് നമ്മൾ പോവാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ. 17 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ. ദെൻ 18ാമത്തെ ക്വസ്റ്റ്യൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് എലമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നമ്മൾ ചോദിക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് KMnO4 ആൻഡ് K2Cr2O7 ആണ്. അതായത് KMnO4നെയും K2Cr2O7നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല KMnO4ൽ MnO4 മൈനസിലെ മാംഗനേറ്റ്, പെർമാംഗനേറ്റ്, ക്രോമേറ്റ്, ഡൈക്രോമേറ്റ് ഇവരുടെ സ്ട്രക്ചറും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മസ്റ്റായിട്ടും പഠിച്ചു വെക്കുന്ന ടോപ്പിക്കാണ് പ്രിപ്പറേഷൻ ഓഫ് KMnO4 ആൻഡ് K2Cr2O7. സ്ഥിരം എക്സാംസിന് ചോദിക്കുന്നതാണ്. അടുത്തത് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഓഫ് KMnO4 ആണ്. KMnO4ൻ്റെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഒരു 3 എണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെച്ചേക്കാം. 3 എളുപ്പമുള്ള 3 മാത്രം മതി, വേറൊന്നും വേണ്ട. 3 പഠിച്ചാൽ മസ്റ്റായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്ക് തന്നെയാണ് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഓഫ് KMnO4. ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത് വരുന്ന ടോപ്പിക്ക് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻസ് ആണ്. അതായത് ഡി ബ്ലോക്ക് എലമെൻറ്റിൽ പാരാമാഗ്നറ്റിക് കാണിക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് കാണും, അതിൻ്റെ ഇക്വേഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ്. ഓക്കെ, അത് സ്ഥിരം ചോദിക്കുന്ന ടോപ്പിക്കാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെയും എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെയും പ്രോപ്പർട്ടീസ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആവാം, ബോയിലിംഗ് പോയിൻ്റ് ആവാം, ദെൻ മെൽറ്റിംഗ് പോയിൻ്റ് ആകാം, അല്ലെങ്കിൽ അവരെ കോമൺ ആയിട്ട് വിളിക്കുന്ന ഏതെങ്കിലും പേരുകളാകാം. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രോപ്പർട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രോപ്പർട്ടീസ് മൊത്തം നോക്കുക, ഡിയുടെയും എഫിൻ്റെയും കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. പിന്നെ വരുന്നത് ലാന്ത്രയുടെ കോൺട്രാക്ഷനും കോൺസിക്വൻസും ആണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലെന്ന് അറിയാം. ലാന്ത്രയുടെ കോൺട്രാക്ഷനും കോൺസിക്വൻസും സ്ഥിരം നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. എന്താണ് ലാന്ത്രയുടെ കോൺട്രാക്ഷൻ, അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, അതുകൊണ്ട് എന്ത് സംഭവിക്കും, നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പം ഇത്രയും ടോപ്പിക്ക് ഇതാണ് നമുക്ക് ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ നിന്ന് വരുന്നത്. ഈ 5 ടോപ്പിക്ക്, ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ നിന്ന് വരുന്ന 5 ടോപ്പിക്ക് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്ന് പ്രിപ്പറേഷൻ ഓഫ് KMnO4, KMnO4നെ എവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നു, K2Cr2O7 നിന്ന് പ്രിപ്പയർ ചെയ്യുന്നു, ഓരോന്നിനും എത്ര സ്റ്റെപ്പ് ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 2 അയോൺ വരുന്നുണ്ട്, മാംഗനേറ്റും പെർമാംഗനേറ്റും. ഇവിടെ 2 അയോൺ വരുന്നുണ്ട്, ക്രോമേറ്റും ഡൈക്രോമേറ്റും. രണ്ടിൻ്റെയും സ്ട്രക്ചർ സിമ്പിളാണ്. പിന്നെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഓഫ് KMnO4ൻ്റെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി അസിഡിക് മീഡിയത്തിൽ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഒരു 3 പ്രോപ്പർട്ടി പഠിച്ചു വെച്ചേക്കാം, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണം. ഓക്കെ, K2Cr2O7 ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷെ നമുക്ക് ചോദിക്കുന്നത് സ്ഥിരം KMnO4 ആണ്. പിന്നെ ചോദിക്കുന്നത് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷനാണ്. അതായത് നമുക്ക് ഡി ബ്ലോക്ക് എലമെൻറ്റ്സും എഫ് ബ്ലോക്ക് എലമെൻറ്റ്സും 2 ടൈപ്പ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ട്. അതിൽ ഡി ബ്ലോക്കിൻ്റെ കേസ് മാത്രമേ നമുക്ക് ചോദിച്ചിട്ടുള്ളൂ. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പാരാമാഗ്നറ്റിക് ഉണ്ട്, ഡയാമാഗ്നറ്റിക് ഉണ്ട്. അതിനകത്ത് പാരാമാഗ്നറ്റിക് ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ്, ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ 0 ആണ്. അതിൻ്റെ ഇക്വേഷൻ. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്തിനും ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. പിന്നെ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആരാണ്, എന്താണ് അവരുടെ ബോയിലിംഗ് പോയിന്റ്, എന്താണ് അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കാറ്റലിസ്റ്റ് എന്താണ് അവരുടെ കാറ്റലിസ്റ്റ് അറ്റാക്ട് ചെയ്യുന്നത്, എന്താണ് അവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ് ട്രാൻസ്യൂറാനിക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിനൊക്കെ തന്നെ ഈ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ ആരൊക്കെയാണ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്, ആരൊക്കെയാണ് +4 കാണിക്കുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ലാന്ത്രയുടെ കോൺട്രാക്ഷനും കോൺസിക്വൻസും. എന്താണ് ലാന്ത്രയുടെ കോൺട്രാക്ഷൻ, അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്, അത് ആരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. 3 കോൺസിക്വൻസും എന്താണ് ലാന്ത്രയുടെ കോൺട്രാക്ഷൻ. അത്രയുമാണ് നമുക്ക് ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ വരുന്നത്. പിന്നെ വരുന്ന കോർഡിനേഷൻ കോമ്പൗണ്ടിലാണ്. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ടത് ഒന്നാമത്തത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ടേംസ്. അതായത് കോർഡിനേഷൻ സ്പിയർ, കോർഡിനേഷൻ നമ്പർ, പ്രൈമറി വാലൻസി, സെക്കൻഡറി വാലൻസി, ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോർഡിനേഷൻ എൻറ്റിറ്റി, ലിഗാൻസ് എന്താണ്, ഹെക്സാഡെൻറ്റേറ്റ്, മോണോഡെൻറ്റേറ്റ്, ബൈഡെൻറ്റേറ്റ് ലിഗാൻസ് എന്താണ്. പിന്നെ അതേ കണക്ക് തന്നെ ലിഗാൻസിൻ്റെ ഡെൻസിറ്റി എത്രയാണ്, മെറ്റൽ ആരാണ്, സെൻട്രൽ മെറ്റൽ ആരാണ്, അങ്ങനെ കണ്ടുപിടിക്കുന്ന കുറേ കാര്യങ്ങൾ. അതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ടേംസ് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ സെൻട്രൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അത് കണ്ടുപിടിക്കാം, അത് ചോദിക്കാറുണ്ട്.
പിന്നെ നോമൻക്ലേച്ചർ ആൻഡ് ഐസോമർസം. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ നോമൻക്ലേച്ചർ, അതായത് കോർഡിനേഷൻ കോമ്പൗണ്ട് എങ്ങനെ നെയിം ചെയ്യാം, അതും അതിൻ്റെ ഐസോമർസം എന്ന് പറയുമ്പോഴത്തേക്ക് മസ്റ്റായിട്ട് നിങ്ങൾ ജോമെട്രിക്കലും പഠിക്കണം, ഒപ്റ്റിക്കലും പഠിക്കണം, സ്ട്രക്ചറിലും പഠിക്കണം, രണ്ടും പഠിക്കണം. ഓക്കെ. പിന്നെ വരുന്നത് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് വെർണർ, വി ബി ആൻഡ് സി എഫ് തിയറീസ്. അതായത് വെർണേഴ്സ് കോർഡിനേഷൻ തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് ഒരു 4 മിനിമം പഠിച്ചു വെച്ചേക്കാം. 4 വി ബി തിയറി ഒരു 4 പഠിച്ചു വെച്ചേക്കാം. ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും ഒരു 4 പഠിച്ചു വെച്ചേക്കാം. പോസ്റ്റ്ലേറ്റ്സ് മാത്രം. അതായത് പോസ്റ്റ്ലേറ്റ്സ് ഞാൻ ആ തിയറി എന്താണ് പറയുന്നത് എന്നുള്ളതാണ് പോസ്റ്റ്ലേറ്റ്സ്. അപ്പോൾ ആ തിയറി എന്താണെന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു 4 അതിൻ്റെ 3 4 പോയിന്റ് വീതം എളുപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു 4 പോയിന്റ് പഠിച്ചു വെച്ചേക്കാം. വേറെ ഒന്നും വേണ്ട. പിന്നെ വരുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ആണ്. അത് മറ്റേ ഒക്ടാഹീഡ്രൽ ഫീൽഡും ടെട്രാഹീഡ്രൽ ഫീൽഡിലെ 2 സ്പ്ലിറ്റിംഗ് ഇല്ലേ, ആ സ്പ്ലിറ്റിംഗ് ഒന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ നെയിംഡ് റിയാക്ഷൻസ്. ഓക്കെ, 26. അതായത് ഈ 4 ടോപ്പിക്, ഈ 4 ടോപ്പിക്കാണ് നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിനകത്ത് വരുന്നത്. ഒന്നാമത്തത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ടേംസ് ആണ്, മസ്റ്റായിട്ട് നോക്കണം. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നോക്കി വെച്ചേക്കാം. പിന്നെ വരുന്നത് നോമൻക്ലേച്ചർ ആൻഡ് ഐസോമർസ് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട് എങ്ങനെ നെയിം ചെയ്യാം, അതിൻ്റെ ഐസോമർസ് എങ്ങനെയാണ്. പിന്നെ വരുന്നത് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് വെർണർ, വി ബി ആൻഡ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെയും വെർണേഴ്സ് തിയറിയുടെയും പിന്നെ വാലൻസ് ബോണ്ട് തിയറിയുടെയും പോസ്റ്റ്ലേറ്റ്സ് ഒരു 4 വീതം മിനിമം പഠിച്ചു വെച്ചേക്കാം. പിന്നെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്, ഒക്ടാഹീഡ്രൽ ഫീൽഡിലെയും T2GG ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യില്ലേ, ആ സ്പ്ലിറ്റിങ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അത്രയും ടേമാണ് നമുക്ക് ഡി ആൻഡ് എഫ് ബ്ലോക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഒരു 4 ടോപ്പിക്ക്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഗാനിക്കിലോട്ട് കയറുകയാണ്. ഓർഗാനിക്കിൽ ആദ്യം നെയിംഡ് റിയാക്ഷൻസ് ആണ്. ഹാലോ ആൽക്കീൻസും ഹാലോ അറീൻസും ആണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ. അതിനകത്ത് നെയിംഡ് റിയാക്ഷൻസ് 9 നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്. ഈ 9 നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ. നമുക്ക് ഓർഗാനിക് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിയാക്ഷൻ പഠിക്കുക, ഡെഫിനിഷൻ പഠിക്കുക, എന്തായിട്ട് മാറുന്നു, ആരെ ആഡ് ചെയ്യുമ്പോഴാണ് ഈ മാറ്റം നടക്കുന്നത് എന്ന് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. അല്ല നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. ഇപ്പോഴേ പറയുകയാണ്, അങ്ങനെ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ നോ യൂസ്, ഒരു യൂസും ഇല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രമാണ്. എന്താണ് നെയിംഡ് റിയാക്ഷൻ? നെയിംഡ് റിയാക്ഷൻസിനകത്ത് നമുക്ക് ഫിറ്റിക് റിയാക്ഷൻ വരുന്നുണ്ട്, വുഡ്സ് ഫിറ്റിക്ക് വരുന്നുണ്ട്, പിന്നെ അതേ കണക്ക് തന്നെ ഗട്ടർമാൻ റിയാക്ഷൻ വരുന്നുണ്ട്, പിന്നെ സാൻമേസ് റിയാക്ഷൻ വരുന്നുണ്ട്. ഇത് സാൻമേസ് റിയാക്ഷൻ എന്താണ്? ഇന്ന കണക്കാണ് സാൻമേസ് റിയാക്ഷൻ. ഓക്കെ. ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ എന്താണ്? ഇതാണ് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ. എന്തായിട്ട് മാറുന്നു? ഇത് മാറിയിട്ട് ഇന്നയാൾ വരുന്നു. അപ്പോൾ ഇന്നയാൾ ആഡ് ചെയ്താൽ ഇത് മാറിയിട്ട് ഇന്നയാളാവും എന്ന് പഠിച്ചു വെച്ചേക്കാം. എങ്കിലും നമുക്ക് ഓർഗാനിക്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പം നെയിംഡ് റിയാക്ഷൻസ്, അതുകൂടാതെ SN1 SN2 റിയാക്ഷനും കുറച്ച് റിയേജൻസും, ഒരു 3-4 റിയേജൻസും SN1 SN2 റിയാക്ഷൻ എന്താണ്. പിന്നെ വേണ്ടത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനും. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്താണ്, പിന്നെ കുറച്ച് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അത് ഹാലോ അറീൻസിൻ്റെ കേസിലാണ് ആ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അത് ആ 4 ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. വേറെ ഒന്നിനെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട. ആ നെയിംഡ് റിയാക്ഷൻസ് പഠിക്കുക, SN1 SN2 റിയാക്ഷനും റിയേജൻസും, ദെൻ ഗ്രിഗ്നാർഡ് റിയേജൻറ്റും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ 3 ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് പോയാൽ ഹാലോ ആൽക്കീൻസും ഹാലോ അറീൻസും കംപ്ലീറ്റഡ് ആയി. പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാനേ നിൽക്കണ്ട. ഓക്കെ. ആ 3 ടോപ്പിക്ക് മാത്രം. പിന്നെ വരുന്നതെന്ന് പറയുന്നത് അടുത്താണ് ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ് ആണ്. അതിൽ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോളും ഫീനോളും, ആൽക്കഹോളിൻ്റെയും ഫീനോളിൻ്റെയും കുറച്ച് പ്രിപ്പറേഷൻ ഒരു 3-4 പഠിച്ചു വെച്ചേക്കുക. പിന്നെ ലൂക്കാസ് ടെസ്റ്റ് ഡെഫിനറ്റ് ആയിട്ട് പഠിക്കണം, ലൂക്കാസ് ടെസ്റ്റ്. പിന്നെ കോപ്സും റൈമർ തേയ്മാനും, അത് 2 മാത്രം എന്ന് പറയുന്നത് എടുത്തെഴുതിയത് സ്ഥിരം ചോദിക്കുന്നതാണ്. കോപ്സ് റിയാക്ഷൻ എന്താണ്, റൈമർ തേയ്മാൻ റിയാക്ഷൻ എന്ന് സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്, അതുകൊണ്ട് അത് മാത്രം എടുത്തെഴുതിയത്. പിന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മുടെ ആൽക്കഹോളിലെയും ഫീനോളിൽ നടക്കുന്ന ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഹാലജനേഷൻ, നൈട്രേഷൻ, സൾഫനേഷൻ ഇല്ലേ, അത് തന്നെ ഇവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് ഹാലോ അറീൻസിൻ്റെ കേസിലാണ്. ബെൻസീറിങ്ങിൽ ഹാലജൻ വരുന്നു, ഇവിടെ ബെൻസീറിങ്ങിൽ OH വരുന്നു, അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ. അത്രയുമാണ് നമുക്ക് ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്രയും വലിയ എളുപ്പമല്ലേ? പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ്, ഫീനോൾസ്, ദെൻ ബോയിലിംഗ് പോയിന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇത്രയും ടോപ്പിക്കാണ്. ഇത്രയും ടോപ്പിക്. ഓക്കെ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ്, ഫീനോൾസ്, ലൂക്കാസ് ടെസ്റ്റ്, പിന്നെ കോപ്സും റൈമർ തേയ്മാൻ റിയാക്ഷനും, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്, ബോയിലിംഗ് പോയിന്റ് ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ. ഇത്രയുമാണ് നമുക്ക് ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സിൽ വരുന്നത്.
പിന്നെ നെയിംഡ് റിയാക്ഷൻസ്, അത് അടുത്ത ചാപ്റ്ററാണ്. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡുള്ള എല്ലാ നെയിംഡ് റിയാക്ഷനും. ദെൻ ആ നെയിംഡ് റിയാക്ഷനിൽ സ്ഥിരം മസ്റ്റായിട്ട് ചോദിക്കുന്ന 2 നെയിംഡ് റിയാക്ഷനാണ് ആൽഡോൾ കണ്ടൻസേഷനും കെനിസൈരോ റിയാക്ഷനും. ഓക്കെ, അതും സ്ഥിരം നമുക്ക് എക്സാമിന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് സെക്കൻഡ് സെക്ഷനിൽ വരുന്ന 36 ടോപ്പിക്ക്. നമ്മൾ 36 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യാൻ പോവുകയാണ്. 36 ക്വസ്റ്റ്യൻസ് കവറായി. ഇനി നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ബാക്കി ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്? ഇനി നമുക്ക് 19 ക്വസ്റ്റ്യൻസ് ആണ് ബാക്കി വരുന്നത്, അല്ലെ? 40, ദെൻ 15 ക്വസ്റ്റ്യനുകൾ, 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ 19 ക്വസ്റ്റ്യനുകൾ നമുക്ക് പെൻഡിങ് ആണ്. ഓക്കെ, ആ 19 ക്വസ്റ്റ്യനുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്ക് മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോണേ. നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ടോപ്പിക്ക് കൂടെ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ ജസ്റ്റ് ഈ ടോപ്പിക്ക് എടുത്ത് വെക്കുക. ഇത്രയും ചാപ്റ്റർ ഞാൻ ഇന്നതൊക്കെ പഠിക്കണം, ഡി ആൻഡ് എഫിൽ ഞാൻ ഇന്നതൊക്കെ നോക്കണം, ഇന്നതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടോ, ഒന്നും കൂടെ കൺഫേം ചെയ്യുക, ഇതൊക്കെ നോക്കിയിട്ടുണ്ടോ. ഓക്കെ, കളയുക, അടുത്ത ടോപ്പിക്ക് എടുക്കുക. അങ്ങനെ പഠിച്ച് പോകും. ഓക്കെ, അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. സോ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ, 36 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 37ാമത്തെ ക്വസ്റ്റ്യൻ ഹാലോഫോം റിയാക്ഷനാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. കാരണം നമുക്ക് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. നമ്മുടെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കിൽ ഹാലോഫോം റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ്. ദെൻ റിഡക്ഷൻ ഓഫ് ഹൈഡ്രോകാർബൺ ടു ആസിഡ്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നോക്കി വെച്ചിരിക്കണം കേട്ടോ. കാരണം ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് ആരെയൊക്കെ ഉണ്ടാക്കാം, എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, പിന്നെ വരുന്നത് റിഡക്ഷൻ ഓഫ് ഹൈഡ്രോകാർബൺ ടു ആസിഡാണ്. ഹൈഡ്രോകാർബണെ ആസിഡാക്കി കൺവേർട്ട് ചെയ്യുന്നത് റിഡക്ഷൻ, KMnO4 ആഡ് ചെയ്തിട്ട് റിഡക്ഷൻ ചെയ്യുന്നത്. നമുക്കത് നോക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക്. പിന്നെ എല്ലാ നെയിംഡ് റിയാക്ഷനും, അതായത് നമ്മുടെ ആൽഡിഹൈഡ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ നെയിംഡ് റിയാക്ഷനും. ഫോർ എക്സാമ്പിൾ നെയിംഡ് റിയാക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ടെസ്റ്റുകളും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തും. ടോളറൻസ് ടെസ്റ്റ്, പിന്നെ ഫെഹിലിംഗ് ടെസ്റ്റ്, ബെനഡിക്ട് ടെസ്റ്റ്, അങ്ങനെ ടെസ്റ്റുകളും കൂടെ ഉൾപ്പെടുന്ന വരുന്ന എല്ലാ നെയിംഡ് റിയാക്ഷനും. ഓക്കെ, ഇപ്പോൾ ടെസ്റ്റുകൾ നമ്മൾ ആൽഡിഹൈഡിനെ കീറ്റോണെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റുകൾ ഉൾപ്പെടെ വരുന്ന എല്ലാ നെയിംഡ് റിയാക്ഷൻസും പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അതിനകത്ത് നമുക്ക് നെയിംഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റീഫൻസ് റിയാക്ഷൻ, പിന്നെ റോസൻമണ്ട് റിഡക്ഷൻ, പിന്നെ അതേണക്ക് തന്നെ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ, പിന്നെ എറ്റാർഡ് റിയാക്ഷൻ, അങ്ങനെ ഒരുപാട് റിയാക്ഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ടോളറൻസും ഫെയിലിംഗും കൂടെ നോക്കി വെച്ചേക്കാം. ഓക്കെ, പിന്നെ വരുന്നത് ഒസനോളിസിസ് ഓഫ് ആൽക്കീനാണ്. ആൽക്കീൻസിൻ്റെ ഒസനോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ആൽഡിഹൈഡും കീറ്റോണും കിട്ടും. ഇത് നമ്മൾ +1 ഹൈഡ്രോ കാർബണിനകത്ത് പഠിച്ച പോർഷനാണ്. അത് നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ആൽഡിഹൈഡും കീറ്റോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, കാർബോക്സിലിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആൽഡിഹൈഡിൽ ഇത്രയും കൂടെ നമ്മൾ എക്സ്ട്രാ നോക്കേണ്ടിയുണ്ട്. നമ്മൾ നേരത്തെ 2 ടോപ്പിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇത്രയും കൂടെ നമ്മൾ നോക്കേണ്ടി വരും. ഒന്ന് ഹാലോഫോം റിയാക്ഷൻ നോക്കണം, 2 ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഹാലോഫോം റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ക്ലോറോഫോം, പിന്നെ അതേ കണക്ക് തന്നെ അയോഡോഫോം അങ്ങനെയുള്ളവരാണ്. അത് നമ്മളുടെ എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, നമുക്ക് നമ്മുടെ ഹാലോ ആൽക്കീൻസും ഹാലോറിൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് തന്നെയാണ് കേട്ടോ. പക്ഷെ അത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ വരുന്നത് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ്, RMGX, അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ്. പിന്നെ റിഡക്ഷൻ ഓഫ് ഹൈഡ്രോകാർബൺ ടു ആസിഡ്, ഹൈഡ്രോകാർബണെ ആസിഡാക്കി മാറ്റുന്ന ആ റിയാക്ഷൻ. പിന്നെ എല്ലാ നെയിംഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ടെസ്റ്റുകളും കൂടി ഉൾപ്പെട്ട് വരണം, ടോളറൻസ്, ഫെയിലിങ്സ്, ബെനഡിക്സ്, അതെല്ലാം. പിന്നെ ഒസനോളിസിസ് ഓഫ് ആൽക്കീന്, ദെൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത്രയുമാണ് നമുക്ക് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് പെൻഡിങ് ആയിട്ട് വരും. പിന്നെ വരുന്നത് അമീൻസ് ആണ്. അമീൻസിലൊന്ന് പ്രിപ്പറേഷൻ ഓഫ് അമീൻസ് ആണ്. അമീൻസിനെ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കൂടെ നോക്കി വെച്ചേക്കാം. പ്രിപ്പറേഷൻ കൂടാതെ അമീൻസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നും കൂടെ നോക്കി വെച്ചേക്കാം. പിന്നെ വരുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അമീൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അമീൻസ് നടത്തുന്ന റിയാക്ഷൻസിനെയാണ് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് അമണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുകൂടാതെ ഹോഫ്മാൻസ് ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ, പിന്നെ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്, ഹിൻസൻബർഗ് ടെസ്റ്റ്, ഐസോസൈനൈഡ് ടെസ്റ്റ്, ബേസിസിറ്റി. ഇത്രയുമാണ് നമുക്ക് അമീൻസിൽ ചോദിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഒന്ന്, അമീൻസിൻ്റെ പ്രിപ്പറേഷൻ മസ്റ്റായിട്ട് നോക്കുക. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അമീൻസിനെ പ്രിപ്പയർ ചെയ്യുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് പറയുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻസ്. അമീൻസിൻ്റെ റിയാക്ഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അമീൻസ് റിയാക്ട് ചെയ്യുന്നത്, അവിടെയാണ് നമുക്ക് ബേസിസിറ്റി ടേംസ് ഒക്കെ വരുന്നത്. പിന്നെ അമണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ്. ആൽക്കൈൽ ഹാലൈഡ്സിന് എടുക്കുന്നു, അമണോളിസിസ് നടത്തുന്നു. അമണോളിസിസിൽ അമോണിയ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു എന്നുള്ളത് പഠിക്കും. പിന്നെ ഹോഫ്മാൻസ് ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷനാണ് നമുക്ക് പഠിക്കാൻ എന്താണെന്നുള്ളത്. പിന്നെ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്, ഇതൊക്കെ സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഹിൻസൻബർഗ് ടെസ്റ്റ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോൾ അമീൻസിനെ തിരിച്ചറിയാൻ. ദെൻ ഐസോസൈനൈഡ് ടെസ്റ്റ്, പ്രൈമറിയെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട്. പിന്നെ ബേസിസിറ്റി പ്രോബ്ലംസ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ ബയോമോളിക്യൂൾസ് ആണ്. ബയോമോളിക്യൂൾസിൽ വരുന്നത്
ഒളിഗോസാക്കറൈഡ്, പോളിസാക്കറൈഡ്. നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ് മോണോ, ഒളിഗോ, പോളി. അതിനകത്ത് ഒളിഗോയും പോളിയുമാണ് സ്ഥിരം ചോദിക്കുന്നത്. എക്സാമ്പിൾസ് ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. പിന്നെ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് സ്ട്രക്ചർ ഇക്വേഷൻ. ഗ്ലൂക്കോസിൻ്റെ ഫ്രക്ടോസിൻ്റെയും ഓപ്പൺ ചെയിൻ സ്ട്രക്ചറും സൈക്കിൾ സ്ട്രക്ചറും പിന്നെ ഗ്ലൂക്കോസിനെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചതെന്നുള്ള അതിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ചെന്നുള്ള ഇക്വേഷൻ. മറ്റേ HI ആഡ് ചെയ്യുന്നു, HCN ആഡ് ചെയ്യുന്നു, NH2OH ആഡ് ചെയ്യുന്നു, ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്യുന്നു, കോൺസെൻട്രേറ്റ് HNO3 ആഡ് ചെയ്യുന്നു, അസറ്റിക് അൺഹൈഡ്രേറ്റ് ആഡ് ചെയ്യുന്നു. അത് പിന്നെ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ക്വാട്ടർണറി 4 സ്ട്രക്ചർ. പിന്നെ പ്രോട്ടീനിൻ്റെ ക്ലാസിഫിക്കേഷൻ 2ആയിട്ട് പ്രോട്ടീനെ ക്ലാസിഫൈ ചെയ്യുന്നു, ഗ്ലോബുലാറും ഫൈബ്രസും. പിന്നെ വരുന്നത് വിറ്റാമിൻസിൻ്റെ ഡെഫിഷ്യൻസി. വിറ്റാമിൻ A, B, C അവരുടെയൊക്കെ ഡെഫിഷ്യൻസി വരുന്ന രോഗം എന്താണ്. ദെൻ ഹോർമോണിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഹോർമോൺസ് ഡെഫിനിഷൻ എന്താണ്. ഓക്കെ. പിന്നെ വരുന്നത് DNA യും RNA തമ്മിലുള്ള കമ്പാരിസൺ. ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് ബാക്കി പെൻഡിങ് ആയിട്ട് വരുന്നത്. 55 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ്. ഈ 55 നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. 60-ൽ ഒരു 50-ന് മുകളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ എന്തായാലും പറ്റും. 50-ന് മുകളിൽ ഉറപ്പാണ്, മസ്റ്റാണ്. നിങ്ങൾ ഈ ടോപ്പിക്കെല്ലാം നോക്കിയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പുറകെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ എഴുതണമെന്നൊക്കെ ആ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് മാത്രം നോക്കിയിട്ട് പോവുക. എന്നിട്ട് എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏതൊക്കെയാണ് ചോദിച്ചതെന്നുള്ളത്. ഓക്കെ. അപ്പം ഇവിടെ നമുക്ക് അമീൻസിൻ്റെ കേസിൽ ഇത്രയും ടോപ്പിക്സാണ് പഠിക്കുന്നത്. പ്രിപ്പറേഷൻ ഓഫ് അമീൻസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക് കേട്ടോ. അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്, ഹോഫ്മാൻസ് ബ്രോമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ, ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്, ഹിൻസൻബർഗ് ടെസ്റ്റ്, ഐസോസൈനൈഡ് ടെസ്റ്റ്, ദെൻ ബേസിസിറ്റി, ഒളിഗോസാക്കറൈഡ്സ്, പോളിസാക്കറൈഡ്സ്, ഗ്ലൂക്കോസ് ഫ്രക്ടോസ് സ്ട്രക്ചേഴ്സ് ഇക്വേഷൻസ്, ദെൻ പ്രോട്ടീൻ സ്ട്രക്ചർ, ഗ്ലോബുലാർ ആൻഡ് ഫൈബ്രസ് പ്രോട്ടീൻ, വിറ്റാമിൻ ഡെഫിഷ്യൻസി, ഹോർമോൺസിൻ്റെ ഡെഫിനിഷൻ, DNA RNA കമ്പാരിസൺ. ഓക്കെ. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് 55 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ടും നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. ഉറപ്പായിട്ടും ഈ ടോപ്പിക്കിൽ ഒരു ടോപ്പിക്ക് പോലും സ്കിപ്പ് ചെയ്യാതെ വേണം നിങ്ങൾ പോകാനായിട്ട്. ചിലപ്പോൾ സ്കിപ്പ് ചെയ്യുന്ന ടോപ്പിക്കായിരിക്കും ചോദിക്കുന്നത്. മസ്റ്റായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ. അപ്പം ക്ലിയർ ആയിട്ട് പഠിച്ച് വൃത്തിയായിട്ട് എക്സാമിന് പോകാം. പുറകെ നമുക്ക് എക്സ്പ്ലനേഷൻ തരാം. ഓക്കെ.